BTV. Being with you. The community channel. BTV ഹെൽത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗോതമ്പിലും ഓട്സിലും മറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണ ധാന്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഗോതമ്പും ഓട്സും. ഗോതമ്പ്, ഓട്സ്, ബാർലി, കമ്പം എന്നീ ധാന്യങ്ങൾ രോഗകാരണമാവുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസം തോന്നും. എന്നാൽ ഇനി പറയുന്ന കാര്യം വിശ്വസിച്ചേ തീരൂ. ഗോതമ്പിൽ ഗ്ലൂട്ടോൺ എന്ന ഒരു തരം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ചിലർക്ക് അലർജി ഉണ്ടാക്കുന്നതാണ്. ഇതിനെ സെലിയാക് രോഗത്തിന്റെ ലക്ഷണമായിട്ടാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത്. ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന കഞ്ഞിയോ പലഹാരമോ കഴിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന രോഗം ചെറുകുടലിനെയാണ് ബാധിക്കുന്നത്. അതിനാൽ പോഷകങ്ങളെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. കരളിനെ ബാധിക്കുന്നതിനോടൊപ്പം കാൽമുട്ടുവേദനയും കാണപ്പെടും. ഡോക്ടർമാർ ഇതിന് പ്രത്യേക ചികിത്സയൊന്നും നൽകിയിരുന്നില്ല. മുമ്പൊന്നും ഇത് സെലിയാക് എന്ന രോഗമാണെന്ന് മനസ്സിലായിരുന്നില്ല. ഈ അടുത്ത കാലത്തു മാത്രമാണ് ഗോതമ്പിൽ നിന്നുണ്ടാവുന്ന ഗ്ലൂട്ടോണിന്റെ പ്രവർത്തന ഫലമായിട്ടുള്ള പ്രശ്നമാണെന്ന് മനസ്സിലായത്. സെലിയാക് രോഗത്തിന്റെ ലക്ഷണങ്ങൾ: ദഹനക്കുറവ്, ഗോതമ്പ് കഴിച്ചാൽ അസ്വസ്ഥത, വായിൽ അൾസർ, ലിവർ തകരാറ്, മുട്ടുവേദന, തൂക്കം കുറവ്, രക്തക്കുറവ് എന്നിവ പ്രത്യക്ഷപ്പെടും. ചർമ്മരോഗമുള്ളവർ ഗോതമ്പ് കൊണ്ടുള്ള യാതൊരു പലഹാരവും കഴിക്കാൻ പാടില്ല. വിദേശങ്ങളിൽ ഗ്ലൂട്ടോൺ, പ്രോട്ടീൻ ഇല്ലാത്ത റൊട്ടി എന്നിവയൊക്കെ പാക്കറ്റിൽ രേഖപ്പെടുത്തും. ഇന്ത്യയിൽ ഈ സംവിധാനമില്ല. ഇന്ത്യയിൽ 40 ലക്ഷം പേർക്ക് ഈ രോഗമുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കുണ്ടാവുന്ന ടൈപ്പ് 1 പ്രമേഹത്തിനും സെലിയാക്കിനും തമ്മിൽ ബന്ധമുണ്ടെന്ന് അടുത്ത കാലത്ത് നടത്തിയ പഠനം വെളിവാക്കുന്നു. ഭക്ഷണരീതി മാറ്റിയാൽ രോഗത്തിൽ നിന്നും മുക്തി നേടാമെന്നതിനാൽ ആരും ഭയപ്പെടേണ്ടതില്ല. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page, BTV Malayalam.